ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ സജി ചെറിയാൻ വീണ്ടും ആക്റ്റീവായിരിക്കുന്നു. വാതുറന്ന വിവാദം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു അഗ്രഗണ്യനായി സജി ചെറിയാൻ മാറിയിരിക്കുന്നു. പേര് സജി ചെറിയാൻ, വകുപ്പ് സാംസ്കാരികം. പക്ഷെ സ്വന്തം വകുപ്പിന്റെ അർത്ഥം എന്താന്ന് മൂപ്പര് പലപ്പോഴും മറന്നു പോവാന്നേ. നമ്മുടെ ക്രിസ്ത്യാനികളായ ബിഷപ്പുമാരെ എല്ലാം വിളിച്ച് ഈയിടെ ഒരു അത്താഴം കൊടുത്തു, കുറച്ച് കേക്കൊക്കെ മുറിച്ചു. അപ്പൊ ചില ബിഷപ്പുമാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു രോമാഞ്ചമുണ്ട്. BJP നേതാക്കന്മാരെ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങ ഇട്ട് വാറ്റിയ സാധനവും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ. വാറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ ഇതുള്ളതല്ല, മറ്റേ ഇത് വീജി, അതും എല്ലാം കഴിച്ച് സ്തുതിയൊക്കെ പാടിപ്പോയി. കേക്കും മുന്തിരിങ്ങ ഇട്ട് വാറ്റിയതും കൊടുത്തപ്പോ ബിഷപ്പുമാരെല്ലാം മറന്നു എന്നാണ് നമ്മുടെ സജിയേട്ടൻ പറയുന്നത്. എന്ത് ചെയ്യാനാ, മൈക്ക് കൈ കിട്ടിയാലേ അപ്പുള്ളിൽ ഉറങ്ങിക്കിടക്കണ പ്രത്യേകതരം സംസ്കാരം പെട്ടെന്ന് പുറത്തേക്ക് വരുന്നേ. അല്ല, അധിക്ഷേപിക്കല് നമ്മുടെ സജി ചെറിയാൻ ഇന്ന് ഇന്നലെയും തുടങ്ങിയതെല്ലാം അറിയാലോ. സജി ചെറിയാൻ ബിഷപ്പുമാരെ അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള പ്രസ്താവന അത് കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സജി ചെറിയാൻ കേരളത്തിനെ അപമാനിച്ചെന്നോ? ഇന്ത്യൻ ഭരണഘടനയെ വരെ അവഹേളിക്കാൻ കെൽപ്പുള്ള ആളാണ് നമ്മുടെ സജി ചെറിയാൻ. എന്നിട്ടാണോ കേരളം? ഇതൊന്നും ഞങ്ങൾക്ക് പുത്തരിയല്ല. ബഹുഭൂരിപക്ഷത്തെ അടിച്ചമർത്തി ഈ സാമ്പത്തിക നയങ്ങൾ അല്ലെങ്കിൽ ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണകൂടം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എല്ലാം ഉള്ളതായിരിക്കും. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ഭരണഘടനയെ അവഹേളിച്ചു, മന്ത്രിസ്ഥാനം പോയി കിട്ടി. എന്നിട്ട് ഞങ്ങളുടെ നേതാവ് നേരെയായോ? ഇല്ല. അതെന്തുകൊണ്ടാ? നിലപാട് ചിങ്കാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, വിവാദം ഇന്നും ഞങ്ങളുടെ സജി ചെറിയാന്റെ വീക്ക്നെസ് ആയി പോയില്ലേ. മൂപ്പര് കാരണം പാർട്ടിക്ക് എന്നും തലവേദന തന്നെ. അപ്പോഴേ ഗോതമാഷെ പുള്ളി പറഞ്ഞത് പാർട്ടി നിലപാടാണോ? പാർട്ടിക്ക് ഉണ്ടെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയല്ലേ അത് പ്രഖ്യാപിക്കുക? അതുകൊണ്ട് ഞാനല്ലേ പറയാ. അപ്പൊ ഇല്ലാതെ വ്യക്തല്ലേ? അപ്പൊ ഇല്ലാതെ വ്യക്തല്ലേ എന്ന് എന്റെ സജിയേട്ടാ, നിങ്ങളെ കൊണ്ട് ഇത് വല്ലാത്ത സൗര്യക്കേടായല്ലോ. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. 1 വീതം 3 നേരം എന്ന് പറയണ പോലെ എല്ലാ മാസവും ഇടയ്ക്കിടയ്ക്ക് വിവാദം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വല്ല നേർച്ചയുണ്ടോ? സൗദി അറേബ്യയിലെ വാങ്കുവിളി പരാമർശത്തിന്റെ ക്ഷീണം മാറി വരുന്നല്ലേ ഉള്ളൂ ഉണ്ണിയെ. സൗദി അറേബ്യ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായ ആളുകളായിരിക്കും ഇവിടെ താമസിക്കുന്നത്. കാരണം എക്സ്ട്രീമായിട്ടുള്ള വിശ്വാസികൾ. അപ്പൊ ഞാൻ പോയത് തൊട്ടടുത്ത് ബാങ്ക് കൂടി കണ്ടില്ല. ഇതൊക്കെ പറഞ്ഞ വിവാദമാകുന്ന ഞാനൊന്നും മിണ്ടായിരിക്കും അടുത്ത കാലത്ത് എന്ന് പറഞ്ഞു പോവാം. അപ്പൊ ഞാൻ നമ്മളോട് വന്ന ആളോട് ചോദിച്ചത്, ഇവിടെ നീ ബാങ്ക് ഇത് വിളിക്കുന്നത്, ബാങ്ക് വിളിക്കുന്നത് ഇതൊന്നുമില്ല, ഇവിടെ പള്ളിയെല്ലാം അടുത്തെടുത്തില്ല. അപ്പൊ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇവിടെ പുറത്ത് കേട്ട ഓരോ അറിയും. എന്നെ അത്ഭുതപ്പെടുത്തി പോയി. കാരണം അവിടെ അവരുടെ വിശ്വാസത്തിന് പള്ളിയിൽ അവർക്ക് ബാങ്ക് വിളിക്കാൻ അവകാശമുണ്ട്. പക്ഷെ പബ്ലിക്ലി ന്യൂസൻസ് ആണ്, അത് പാടില്ല, അതവിടെ നിയമം. പക്ഷെ എല്ലാവർക്കും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഒന്നാമത്തെ കാര്യം, സൗദി അറേബ്യയിലുള്ളവരൊക്കെ തീവ്രവാദികളാണെന്ന് വിചാരിച്ചു അത്രേ. രണ്ടാമത്തെ കാര്യം, സൗദിയിൽ വാങ്കുവിളി കേട്ടാൽ വിവരം അറിയുന്നു. കണ്ടോ, ഞങ്ങളുടെ സജിയേട്ടൻ്റെ ചിന്താരീതികളൊക്കെ വ്യത്യസ്തമാണെന്നേ. പിന്നെ സംഭവം വിവാദമായി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആരും പറയേണ്ട കാര്യമില്ല. പുള്ളി അപ്പന്നെ ഒരു ലോഡ് മാപ്പും കൊണ്ടുവരും. സഹയാത്രികൻ പറഞ്ഞ് തെറ്റിദ്ധരിച്ചതാണേ, മാമനോടൊന്നും തോന്നല്ലേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. വിവാദം ഉണ്ടാക്കാം മാപ്പ് പറയാ, പിന്നെ വിവാദം ഉണ്ടാക്കാം മാപ്പ് പറയാ. ഇതിനൊരു അറുതിയില്ലേ? ഒരു പ്രയോഗത്തിന്റെ കാര്യം പിടിച്ചിട്ട് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഓരോരാളും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഓരോ പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങളെല്ലാം പർവ്വതീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സജി ചെറിയാൻ പറഞ്ഞത് വലിയ തെറ്റൊന്നല്ലെന്നേ. ഇതൊക്കെ ചെറിയ ചില വാക്കിന്റെ കുഞ്ഞി പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് ഗോവിന്ദമാഷ് പറയണത്. അതായത് ഭരണഘടനയെ അവഹേളിച്ചത്, വാങ്കുവിളി പരാമർശം, സ്ത്രീ വിരുദ്ധത, ബഫർ സോൺ വിഷയം, കേരളത്തിൽ കൃഷി എന്തിനാ, അങ്ങനെ എല്ലാ വിവാദവും വിവാദമല്ലെന്നേ. അതൊക്കെ ചില വാക്കുകൾ വെച്ചുള്ള നമ്മുടെ സജിയേട്ടൻ്റെ ഒരു തമാശയല്ലേ. നമ്മുടെ ഗോവിന്ദമാഷൊക്കെ ഇത് എത്ര എൻജോയ് ചെയ്യുന്നുണ്ടെന്നോ. മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിപ്രായം ഏത് വേദിയിലാണ് പറഞ്ഞത്? ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തം ഇല്ല എന്നാണ്. അല്ലെങ്കിൽ അതിനെ തള്ളി പറയണം. തള്ളി പറഞ്ഞോ? മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു. മുഖ്യമന്ത്രി ശാസിക്കണ്ടേ? മുഖ്യമന്ത്രി മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? ഒന്നാമത്തെ, ഇതിനു മുമ്പ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിനും മന്ത്രിസ്ഥാനം പോയ ആളാണ്. പാർട്ടിയുടെ നയമല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ CPM മന്ത്രിമാർ പറയുന്നത്? പാർട്ടി നയത്തിന് വിരുദ്ധമായി ഒരു മന്ത്രി സംസാരിച്ചാൽ ആ മന്ത്രിയെ ശാസിക്കുകയും മന്ത്രിയോട് ക്ഷമാപണം നടത്താൻ പറയുകയും ചെയ്യാൻ ഗോവിന്ദൻ തയ്യാറുണ്ടോ? അപ്പോൾ ഗോവിന്ദൻ്റെ ലൈൻ എന്താ?
അതവിടെ കിടക്കട്ടെ എന്നാണ്. ഹയ്യടാ ശാസിക്കാനാ, അതൊന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെയോ പാർട്ടി സെക്രട്ടറിയുടെയോ പണിയല്ലാന്ന് അറിഞ്ഞൂടെ? നാട്ടിൽ സർക്കാരിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ വല്ല പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ജീവൻ രക്ഷാ പ്രവർത്തനത്തിനാണെങ്കിൽ ആക്റ്റീവായിട്ട് മുന്നിൽ നിൽക്കാം. പക്ഷെ അധിക്ഷേപമോ അവഹേളനമോ മന്ത്രിമാർ നടത്തിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ പറയണമെന്ന് ഞങ്ങളുടെ കോമ്രേഡ്സിനോട് പറയരുത്. അത് കേട്ടാലും ഇവിടെ മുതലാളിമാരെ അപ്പക്കലിപ്പാവും. ഓ എഴുതിക്കോ, തള്ളി നാളെ വരിക. അതാ നിങ്ങളെ വാർത്ത. സജി ചെറിയാനെ തള്ളി, അത് പറയാനാണ്. ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം നന്നായിട്ട്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വളരെ സമർത്ഥന്മാരും ഞങ്ങളൊന്നും ഒരു ചുക്കും തിരിയാതെ ഇങ്ങനെ നടക്കുന്നതാണ്. നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ എഴുതാൻ തീരുമാനിക്കുന്ന വാർത്തക്ക് അടിസ്ഥാനം എൻ്റെ ഭാഗത്ത് കിട്ടണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അത് കിട്ടൂല. സജി ചെറിയാനെ തള്ളി MV ഗോവിന്ദൻ എന്നൊരു വാർത്ത നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്നാണ് ഗോവിന്ദ മാഷ് പറയണത്. അല്ലേ, മാധ്യമപ്രവർത്തകർക്ക് എന്തൊക്കെ അറിയണം? അല്ലെങ്കിലും ബിഷപ്പുമാരെ അവഹേളിച്ചതൊക്കെ എന്തിനാണെന്ന് ഒരു വാർത്തയാക്കണത്? നവകേരളം കെട്ടിപ്പടുക്കാൻ, കേരളത്തിലെ പാവങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരം കാണാൻ കോടികൾ ചെലവിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പുതിയ ഗ്രാൻഡ് പരിപാടി നമുക്ക് സംഘടിപ്പിച്ചാലോ? വരൂ, നമുക്കതിനെക്കുറിച്ച് ചർച്ചിക്കാം. അത് വേറൊരു ഹെഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് വേറൊരു ഹെഡിങ് ഉണ്ടാക്കാൻ വേണ്ടി നാളെ മന്ത്രി കുറേയും കൂടി ജാഗ്രത പുലർത്തണം എന്ന് MP ഗോവിന്ദൻ. അതിനൊന്നും ഞാനില്ല. അതാ ഞാൻ പറഞ്ഞത്. അമ്മാതിരൊന്നും വർത്തമാനത്തിന് ഞാനില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. സജി ചെറിയാൻ എത്ര അനുഭവ സമ്പത്തുള്ള ആളാണ്. എത്ര കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടാവണം പുള്ളി ഓരോ പരാമർശം നടത്തുന്നത്. അതുകൊണ്ട് അതിനെതിരെ പറയാൻ ഗോവിന്ദ മാഷിനെ കിട്ടുന്നത് നിങ്ങൾ ആരും വിചാരിക്കണ്ട കേട്ടോ. ഇഷ്ടമില്ലാത്ത ആളുകളെ അപകീർത്തിപ്പെടുത്താൻ കുറച്ചുപേരെ അയച്ചുവിട്ടിരിക്കുകയാണ് CPM. ഇടുക്കിയിലെ MM മാണി. ആർക്കെതിരെ എന്തും പറയാൻ എന്ത് ലൈസൻസാണുള്ളത്? എന്ത് മോശമായിട്ടുള്ള പ്രയോഗങ്ങളാണ് സ്ത്രീകൾക്കെതിരെ ഒക്കെ നടത്തുന്നത്. അതുപോലെ ഈ സജി ചെറിയാൻ വാ തുറന്ന ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇത് CPM നേതൃത്വത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുന്നിലേക്ക് പണ്ട് ചില പ്രമാണിമാർ കള്ളു കുടിപ്പിച്ചിട്ട് ആളെ പറഞ്ഞു വിടും, ചീത്ത വിളിക്കാൻ വേണ്ടി. അതുപോലെ ചില മന്ത്രിമാരെയും ചില CPM നേതാക്കന്മാരെയും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബിഷപ്പുമാർക്കെതിരായ പരാമർശം വിവാദമായിട്ടുണ്ട്. സംഭവം കയറി കത്തിയിലോ? ഇനിയിപ്പോ മാപ്പിന്റെ വരവാണ്. ആരന്റെ കാലത്ത് വാദക്ക് വന്ന് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പരാമർശങ്ങളിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകളും പ്രയാസങ്ങളും ബഹുമാന്യരായ പുരോഹിത ശ്രേഷ്ഠർ നേരിട്ടും അല്ലാതെയും മാധ്യമങ്ങളുടെയും പറയുകയുണ്ടായി. അത് ഏത് വിഷയത്തിലാണ് അവർക്ക് പ്രയാസം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ആ വിരുന്നിൻ്റെ ഭാഗമായി സാധാരണ ക്രൈസ്തവർക്ക് ക്രിസ്മസ് നാളിൽ കൊടുക്കുന്ന ഈ വീഞ്ഞും കേക്കും ആ ഭാഗമായിരിക്കാം, അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വീഞ്ഞിൻ്റെയും കേക്കിൻ്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെ, ഞങ്ങളുടെ സജിയേട്ടനെ എന്താണ് പറഞ്ഞതെന്നൊന്നും വലിയ ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. എന്തായാലും വിവാദമായ സ്ഥിതിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായി അങ്ങോട്ട് ക്ഷമിക്കുക. വിഷമം തോന്നിയ ഭാഗം അങ്ങോട്ട് പിൻവലിക്കുകയാണ്. ഇനി എല്ലാവരും പിരിഞ്ഞുപോക്കോ. പരാമർശം പിൻവലിച്ചിട്ടും നമ്മുടെ സജി ചെറിയാന്റെ സമയദോഷം അങ്ങോട്ട് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള കാര്യങ്ങൾ പറയാം, അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അപഹസിക്കാൻ പാടില്ല, അത് മോശം തന്നെയാണ്. ഓ, ഇതെന്തൊരു കഷ്ടാണ്. പരാമർശം പിൻവലിച്ചാൽ ഇവന്മാരൊന്നും സമാധാനം തരില്ലേ? ഒരു കാര്യം ചെയ്യാം സജിയേട്ടാ, ട്രാക്ക് മാറ്റി ഇനി ഒരു ഇമോഷണൽ ട്രാക്ക് പിടിച്ചോ. ഞാനൊരു മതേതരവാദിയാണ്. ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒരമ്മ പറ്റ മക്കളെ പോലെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. തീർത്തും മതേതരവാദിയായ ഞങ്ങളുടെ സജി ചെറിയാനോട് എങ്ങനെ ഇത്ര ക്രൂരമായി പെരുമാറാൻ സാധിക്കുന്നു? മുസ്ലിം സഹോദരങ്ങൾ കൂടുതലായുള്ള സൗദി അറേബ്യയിലുള്ളവർ തീവ്രവാദികളാണെന്ന് വിചാരിച്ചു എന്നല്ലേ ഞങ്ങളുടെ മന്ത്രി മുമ്പ് പറഞ്ഞിട്ടുള്ളത്? ഇത്രയും നിഷ്കളങ്കനായ ഒരു മതേതരവാദിയെ ഇങ്ങനെ വിമർശിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നുന്നു? പ്രയാസമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെയും അവമാനിക്കാനല്ല. ഒരു പുരോഹിത ശ്രേഷ്ഠയും ഞാൻ ഒരു മതത്തിന്റെ നേതാക്കന്മാരെ ഞാൻ അവമാനിച്ചിട്ടില്ല, അവമാനിക്കത്തുമില്ല. അവരുടെ എല്ലാ നന്മയേറിയ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം സഹായിക്കുന്ന ആളാണ് ഞാൻ. ലേലു ഞങ്ങളുടെ സജി ചെറിയാനോട് മാപ്പാക്കണേ. ഇനി ആരെയും പരിഹസിക്കില്ലേ? എനിക്ക് എന്ത് നഷ്ടപ്പെടും എന്നതിനെ കുറിച്ച് ഒരു വ്യാകുലത എനിക്കില്ല, അത് പറഞ്ഞേക്കാം. എനിക്ക് നാളെ എന്ത് സംഭവിക്കും, എന്ത് നഷ്ടപ്പെടും എന്ന് ആലോചിച്ചിട്ടല്ല ഞാൻ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത്. എന്ത് പ്രഹസനമാണ് സജി.
മാപ്പ് പറഞ്ഞ് വിവാദമായ പരാമർശം പിൻവലിച്ച് നമ്മുടെ സജിയേട്ടൻ ഇപ്പം എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ട്. എന്നാലും മനസ്സിലൊരു സംശയം കയറി കൂടിയിരിക്കുകയാണ്. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ മണിയാശാൻ, പരിഹാസത്തിൽ സജി ചെറിയാൻ, ഇതിൽ ഫസ്റ്റ് പ്രൈസ് ആർക്ക് കൊടുക്കുന്നതാണ് സംശയം. ആർക്ക് കൊടുക്കണമെന്ന് പാർട്ടി നോക്കി തീരുമാനിക്കട്ടെ. മത്സരം തീർന്നിട്ടില്ലല്ലോ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.